Welcome to all. In this session, we will discuss about teaching skills in science. Micro teaching എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, മീനിങ്, ഡെഫിനേഷൻ, സ്റ്റെപ്പ്, സൈക്കിൾസ് അല്ലേ, ഇതിൻ്റെ പ്രോസസ്സുകൾ എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി മൈക്രോ ടീച്ചിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ സയൻസിൻ്റെ ടീച്ചിങ് സ്കിൽസ്, സയൻസ് ടീച്ചർക്ക് ഉണ്ടാവേണ്ട ടീച്ചിങ് സ്കില്ലുകൾ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 8 കോർ സ്കിൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നിരവധി സ്കില്ലുകളുടെ ഒരു ഇൻ്റഗ്രേഷൻ തന്നെയാണ് നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്നത്. എങ്കിൽ കൂടി ഈ മൈക്രോ ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ടെക്നിക്ക് അല്ലേ, ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കുറച്ച് സ്പെസിഫിക്കായ ചില സ്കിൽസിനെ എടുത്ത് ഓരോ സ്കില്ലിനെയും മാസ്റ്റർ ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി സെലക്ട് ചെയ്ത ചില സ്കില്ലുകളാണ് നമ്മളിവിടെ നോക്കുന്നത്. 8 എണ്ണമാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. കോർ സ്കിൽസ് എന്ന് പറയും. സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് സ്കില്ലാണ് വേണ്ടത്? ഫസ്റ്റ് വണ്ണാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. നമ്മൾ പുതിയൊരു ലേണിംഗ് മെറ്റീരിയൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മളൊരു കുട്ടിക്ക് ഫെമിലിയർ അല്ലാത്തൊരു കൺസെപ്റ്റ് അല്ലേ, നമ്മൾ ഏത് സ്റ്റാൻഡേർഡിലാകുമ്പോഴും പ്രസൻറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഫെമിലിയർ ആവില്ല. അപ്പോൾ ഓൾറെഡി കുട്ടി പഠിച്ചതോ കുട്ടിക്ക് ഫെമിലിയർ ഉള്ളതോ ആയ സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ലേൺ ഫ്രം ഫെമിലിയർ ടു അൺഫെമിലിയർ ഓർ സിമ്പിൾ ടു കോംപ്ലെക്സ്, നോൺ ടു അൺനോൺ, ഈ രീതിയിലായിരിക്കണം നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കുട്ടീനെ പുതിയൊരു ലേണിംഗ് മെറ്റീരിയലിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ കുട്ടീനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസിങ് എന്ന് പറയുന്നത്. നമ്മുടെ പുതിയ ലേണിംഗ് മെറ്റീരിയലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ഇൻട്രൊഡക്ഷനോട് കൂടി കുട്ടിക്ക് ഒരു മോട്ടിവേഷൻ തോന്നണം അല്ലേ, അടുത്ത ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനും ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണർത്തുക എന്നുള്ളതാണ് ഈ ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ കൊണ്ടുള്ള പ്രയോജനം. അത് ഒരു സ്കില്ലായിട്ട് നമ്മളിവിടെ എടുത്ത് അതിനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ദെൻ ദ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. സ്റ്റിമുലസ് വേരിയേഷൻ എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം സ്റ്റിമുലസ് എന്താണ്, വേരിയേഷൻസ് എന്താണ്, സ്റ്റിമുലസ് എന്തിനാണ് വാരി ചെയ്യുന്നത്. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരേ രീതിയിലുള്ള ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ കുട്ടി അവിടെ ബോർഡാവും, അവർക്കൊരു എനർജി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അറ്റൻഷൻ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കാര്യത്തിന് ശ്രദ്ധിക്കാൻ നമുക്കാണെച്ചാലും വലിയ ആൾക്കാർക്കാണെച്ചാലും ചെറിയ ആൾക്കാർക്കാണ് സാധിക്കില്ല. അപ്പോൾ കുട്ടികളത് പ്രത്യേകിച്ചും അവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുട്ടികൾക്ക് മാത്രമാണ് കുറച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ ശ്രദ്ധ ചെലുത്താൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസ് ചെറുതായിട്ട് വാരി ചെയ്ത് നോക്കാം. അതായത് സ്റ്റിമുലസ് വേരിയേഷൻസ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് ഏത് തരത്തിലുള്ള സ്റ്റിമുലസ്, നമ്മുടെ വോയിസ് ഒരു സ്റ്റിമുലസ് ആണ് അല്ലേ. നമ്മൾ കുറച്ച് ലൗഡായിട്ട് ചില സമയത്ത് പറയും, ചില സമയത്ത് വളരെ കാം സൗണ്ട് കുറച്ച് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്പ്രഷൻസ്, ഏത് കണ്ടൻ്റാണോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ള നമ്മുടെ എക്സ്പ്രഷൻസ്, അതൊരു സ്റ്റിമുലസ് വേരിയേഷനാണ്. നമ്മുടെ മൂവ്മെൻറ്റ്, ഈ രീതിയിലൊക്കെ നമുക്ക് കുട്ടിക്ക് സ്റ്റിമുലസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരേപോലെ, ഇപ്പം നമ്മൾ സാധാരണ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് അതൊരു ബോർഡായി തോന്നും, ഒരു ഇഷ്ടം ഇല്ലാത്ത രീതിയിലായി, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ നിന്ന് വിട്ടുപോകും. അപ്പോൾ ആ രീതിയിലല്ലാതെ വാരി ചെയ്യണം, നമ്മുടെ സ്റ്റിമുലസ് വാരി ചെയ്ത് കൊടുത്താൽ കുട്ടിക്ക് ശ്രദ്ധ കുറച്ചുകൂടെ കിട്ടാൻ തുടങ്ങും. അപ്പോൾ ആ രീതിയിലുള്ള സ്കിൽ, അപ്പോൾ ഏതൊക്കെ രീതിയിൽ കുട്ടിയുടെ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ മോർ കോംപ്രിഹെൻഷന് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്കില്ലിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. ദെൻ ദ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്. ഒരു കണ്ടൻറ്റ് അവരുടെ മനസ്സിൽ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക.
അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് ചിലപ്പോൾ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യേണ്ടി വരും. ഒരു കണ്ടൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് എക്സാമ്പിൾസ് പറഞ്ഞു കൊടുക്കാം, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കാം. പലതരത്തിൽ അതിനെ സ്റ്റോറി ആയിട്ട് നമുക്ക് വല്ല കണക്ഷനും വരുത്തി കൊടുക്കാം. ഇങ്ങനെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അവരുടെ മനസ്സിൽ നമുക്കൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ സാധിക്കുമോ, അതിൻ്റെ ആ ഒരു സ്കില്ലിനെയാണ് ഇവിടെ നമ്മൾ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ദെൻ ദ സ്കിൽ ഓഫ് ഇല്ലുസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾസ്. ഏതൊരു കണ്ടൻറ്റ് ആണെച്ചാലും കുട്ടികൾക്ക് എക്സാമ്പിളിലൂടെ പഠിക്കാനായിരിക്കും അവർക്ക് താല്പര്യം. അവർ പഠിച്ചു കഴിഞ്ഞ് അവർക്കറിയാവുന്ന എക്സാമ്പിൾസിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ആ കണ്ടൻറ്റ് അവർ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കും, ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അതിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എക്സാമ്പിൾസ് വെച്ചിട്ട്, അതാണ് നമ്മളിവിടെ ഈ സ്കില്ലിൽ നോക്കുന്നത്. ദെൻ ദ സ്കിൽ ഓഫ് യൂസിങ് ബ്ലാക്ക് ബോർഡ്. ഒരു ക്ലാസ് റൂമിൽ ഒട്ടും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ഡിവൈസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. കാരണം ഈ ബ്ലാക്ക് ബോർഡ് കുട്ടിയുടെ മനസ്സിൽ അതിൽ നമ്മൾ എഴുതുന്ന ഓരോ കണ്ടൻറ്റും അവരുടെ മനസ്സിൽ കുറച്ചും കൂടി വിഷ്വലൈസ് ചെയ്തിട്ട് മനസ്സിൽ പതിയാണ്. ഇവിടെ ഈ ബ്ലാക്ക് ബോർഡിനെ ഏതൊക്കെ രീതിയിൽ കുട്ടിക്ക് അട്രാക്റ്റീവായിട്ട് കുട്ടിയുടെ മനസ്സിൽ പതിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ ലെജിബിലിറ്റി പാരലായിട്ട് അല്ലെങ്കിൽ ചെരിഞ്ഞു പോകും. ചിലർ എഴുതുമ്പോൾ സമയത്ത് നമുക്ക് ചെരിഞ്ഞ് താഴത്തേക്ക് പോവും. അങ്ങനെ പാരലായിട്ട് ബോർഡിൻ്റെ ബേസിനോട് പാരലായിട്ടായിരിക്കണം നമ്മൾ എഴുതുന്നത്. നമുക്കറിയാം ഒരു ബ്ലാക്ക് ബോർഡ് കാണുമ്പോൾ നമുക്കറിയാം ഏറ്റവും അട്രാക്റ്റീവ്, വളരെ കളർഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് ബോർഡ് ചെയ്യാം. അപ്പോൾ അതൊരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുന്ന ഒരാൾക്ക് ഏറ്റവും നന്നായിട്ട് ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ സാധിക്കണം എന്നൊന്നുമില്ല. നോട്ട്ബുക്കിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാളാണ്, പക്ഷേ ബ്ലാക്ക് ബോർഡിൽ അതേപോലെ വരണം എന്നില്ല. അപ്പോൾ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് വേറൊരു സ്കില്ലാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനൊരു സ്കില്ലെടുത്ത് ചെയ്യുന്നത്. ദെൻ ദ സ്കിൽ ഓഫ് പ്രോബിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുട്ടികളിൽ നിന്ന് അവരുടെ ആൻസേഴ്സ് നമ്മൾ കൂടുതൽ ഇങ്ങനെ സീക്ക് ചെയ്യുക. ചോദിച്ച് സീക്കിങ് ഫർദർ ഇൻഫർമേഷൻസ്. കുട്ടികളിൽ നിന്നുള്ള അവർക്കറിയാവുന്ന ആൻസേഴ്സിന് മറ്റുള്ള തലങ്ങളിലേക്ക് നമ്മൾ ചോദിച്ച് അവരിൽ നിന്ന് കംപ്ലീറ്റ് ആൻസേഴ്സ് മേടിക്കാനുള്ള ഒരു തരം ടെക്നിക്കാണ് പ്രോബിങ് ക്വസ്റ്റ്യൻസ്. ദെൻ ദ സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുന്നത് അതിന് ഒരുപാട് തരത്തിലുള്ള കമ്പോണൻസ് നമുക്ക് നോക്കാനുണ്ട്. ഏത് രീതിയിലായിരിക്കണം കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് മോർ അക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ കുട്ടികളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, ഏതൊക്കെ തരത്തിലായിരിക്കണം ചോദിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഒരാളെ വിളിച്ചു നിർത്തി ചോദിക്കുന്നതും ചോദ്യങ്ങൾ ആരാഞ്ഞ് അതിനുശേഷം നമ്മളൊരാളെ മെൻഷൻ ചെയ്യുന്നത്, ഇതെല്ലാം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുട്ടികൾക്ക് ആൻസർ അവരുടെ മനസ്സിൽ ചിന്തകൾ വരാൻ വേണ്ടി അല്ലെങ്കിൽ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചില ടീച്ചേഴ്സ് എങ്കിലും ചോദിച്ച് നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ രീതിയിലാവരുത്. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയിൽ നിന്ന് ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്, അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയല്ല നമുക്ക് ആവശ്യം. അപ്പോൾ ആ രീതിയിലാണ് സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് കൊണ്ട് ആ തരത്തിലുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ദ സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. കുട്ടിക്ക് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുക. അവർ ചെയ്തത് അംഗീകരിച്ചതായിട്ട് അവർ ചെയ്ത വർക്ക് നമ്മൾ നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അതിനുള്ളൊരു റിപ്ലൈ നമ്മൾ കൊടുക്കുക. അതിന് ഏത് തരത്തിലുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, എപ്പോഴൊക്കെ കൊടുക്കണം, ഫ്രീക്വൻ്റായി കൊടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ആ രീതിയിലാണ്. അപ്പോൾ ഇത്രയും 8 സ്കില്ല് എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ്, ഓരോ കമ്പോണൻസും എന്താണ് മീൻ ചെയ്യുന്നത് ഒക്കെ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ദ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു അല്ലേ, ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ പുതിയൊരു ലേണിംഗ് മെറ്റീരിയൽ സ്റ്റുഡൻസിൻ്റെ മൈൻഡിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ നമ്മൾ ചില കാര്യങ്ങൾ കുട്ടിക്ക് അറിയേണ്ടതായിട്ടുള്ള നമ്മുടെ പുതിയൊരു മെറ്റീരിയൽ കുട്ടിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ചില കാര്യങ്ങൾ അവർക്ക് ഓൾറെഡി അറിയണം.
എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണക്ഷൻ വരാൻ പറ്റൂ. അല്ലെങ്കിൽ പുതിയൊരു മെറ്റീരിയൽ മനസ്സിലാക്കി എടുക്കുമ്പോൾ ചില കണ്ടൻറ്റുകൾ, ചില കീ വേർഡ്സൊക്കെ അവർക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതെന്തെല്ലാമാണ്, അത് അവർക്ക് അറിയില്ലെങ്കിൽ നമ്മളത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതെല്ലാം വരും. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ പ്രീ റിക്വിസിറ്റ്സ് എന്നൊക്കെ പറയും അല്ലേ. പ്രീവിയസ് നോളേജ്, പ്രീ റിക്വിസിറ്റ്സ് ഒക്കെ അതിന് യൂസ് ചെയ്യുന്ന ടേംസാണ്. അപ്പോൾ ഈ രീതിയിൽ 2 മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് കുട്ടിക്ക് ഇനി ഇപ്പോൾ അറിയാവുന്നത്, അത് നമ്മൾ ചെക്ക് ചെയ്യണം ആദ്യം. ഏത് രീതി നമ്മൾ പുതിയ ലേണിംഗ് മെറ്റീരിയലിനോട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടിക്ക് അറിയാം, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കുട്ടിക്ക് അറിയുന്നുണ്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യുക. മോട്ടിവേറ്റിംഗ് ദ പീപ്പിൾ ടു ലേൺ ദ ന്യൂ ലേണിംഗ് മെറ്റീരിയൽ. അതിന് വേണ്ടി ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്കൊന്നും കൂടി നോക്കാം, അതിൻ്റെ കമ്പോണൻസ് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് വൺ, യൂസ് ഓഫ് പ്രീവിയസ് നോളേജ് ഓർ പ്രീ റിക്വിസിറ്റ്സ്. പ്രീവിയസ് നോളേജ് അല്ലെങ്കിൽ പ്രീ റിക്വിസിറ്റ്സ് എന്ന് പറയുന്നത് ഏതൊരു കണ്ടൻറ്റ് പുതിയ ന്യൂ ലേണിംഗ് മെറ്റീരിയൽ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, കുട്ടി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് കൺസെപ്റ്റുകൾ ഉണ്ടാവും. ആ കൺസെപ്റ്റ് നമ്മൾ കുട്ടിയിൽ നിന്ന് ചോദ്യരൂപേണയാണ് നമ്മൾ പ്രീവിയസ് നോളേജ് കുട്ടികളിൽ ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടൻ്റ് എല്ലാം കുട്ടികളുടെ ഉള്ളിലുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയിൽ അത് മിസ്സായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത്, ആ ഗ്യാപ്പ് അവിടെ ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ പുതിയ ലേണിംഗ് മെറ്റീരിയൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടിക്കത് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് നോളേജ് പ്രീ റിക്വിസിറ്റ്സ് കുട്ടികളിൽ എല്ലാവരിലും തന്നെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ചോദ്യരൂപേണ ആയിരിക്കാം കുട്ടികളിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് വല്ല ചോദ്യങ്ങൾ തന്നെയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. വല്ല ആക്ടിവിറ്റീസിലൂടെയൊക്കെ ചെയ്യിപ്പിക്കാം, എങ്കിലും ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രീവിയസ് നോളേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ആ ചോദ്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും ഉള്ള അവസരമുണ്ട്. ഈ ഇൻട്രൊഡക്ഷനിലൂടെ തന്നെ കുട്ടിക്ക് വേണ്ടുന്ന നമുക്ക് കൊടുക്കേണ്ടിരുന്ന, അതായത് അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രീ റിക്വിസിറ്റ്സ് നമുക്കവിടെ പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു 45 മിനിറ്റ്സിൻ്റെ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റാണ് നമ്മൾ ഇൻട്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 40 മിനിറ്റ്സിൻ്റെ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഇൻട്രൊഡക്ഷന് വേണ്ടി മാറ്റി വയ്ക്കും. കാരണം അവിടെ കണ്ടൻ്റ് അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് കുട്ടിയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, കുട്ടിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ടുവരിക, കുട്ടിയുടെ ഗ്യാപ്സ് എന്തെല്ലാമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ആ ഗ്യാപ്സ് നിരത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റാണ് നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നതെങ്കിലും ത്രൂ ഔട്ട് ആ ക്ലാസ്സിനെ നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടായിരിക്കും കുട്ടികൾ ആ ക്ലാസ്സിലിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഏറ്റവും ബെസ്റ്റായിട്ട് കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ഒരു എഫേർട്ട് കുറഞ്ഞു കിട്ടും. അവർ ക്ലാസ്സിൽ അറ്റൻറ്റീവായിട്ട് ഇരിക്കാനും വളരെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇൻട്രൊഡക്ഷൻ. ആ സമയം നമ്മൾ ഇൻട്രൊഡക്ഷൻ 5 മിനിറ്റേ ഉള്ളൂ, പക്ഷേ ഇൻട്രൊഡക്ഷൻ മോശമായി കഴിഞ്ഞാൽ അവർക്ക് സ്വയം തോന്നുകയാണ്, ഈ ടീച്ചർ എന്താ പറയാൻ പോകുന്നത്, ടീച്ചർ അത്ര വലിയൊരു കാര്യമല്ല പറയാൻ പോകുന്നത്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമൊന്നും അതിലില്ല എന്ന് കുട്ടിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ നമ്മൾ ലേണിംഗ് മെറ്റീരിയൽസ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എഫേർട്ട് എടുക്കണം. കുട്ടിയുടെ അറ്റൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ പ്രീവിയസ് നോളേജ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രീ റിക്വിസിറ്റ്സ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും കുട്ടിക്ക് ആ ബേസിക് നോളേജ് വേണ്ട കൺസെപ്റ്റുകളെയാണ് നമ്മൾ പ്രീ റിക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമാണ് കുട്ടിക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റൂ. ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്യാണല്ലോ അധികം ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണം, ന്യൂ നോളേജ് അവർക്ക് കൺസ്ട്രക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഈ ബേസിക് കൺസെപ്റ്റ് കുട്ടികൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ ദ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസ്. ഇവിടെ ഡിവൈസ് എന്ന ടേം കാണുമ്പോൾ നമ്മളൊരു ഫിസിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ലെക്ചറിങ് ആവാം, ഡിസ്ക്രൈബിങ് ആവാം, നറേറ്റിംഗ് ആവാം, ഇല്ലുസ്ട്രേറ്റിംഗ് ആവാം, സ്റ്റോറി ടെല്ലിംഗ് ആവാം, ജസ്റ്റ് ഒരു റോൾ പ്ലേ ആവാം, ഡ്രാമറ്റൈസേഷൻ ആവാം, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസും ആവാം. ചില ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസ് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇൻട്രൊഡക്ഷൻ്റെ ഒരു ഡിവൈസായിട്ട് യൂസ് ചെയ്യാം.
ഒരു എക്സ്പെരിമെൻറ്റേഷൻ ആവാം, ഡെമോൺസ്ട്രേഷൻസ് ആവാം, എന്തുമാവാം. ഇതിനെയൊക്കെ നമ്മൾ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസ്, ഏത് കണ്ടൻ്റ് ആണോ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കണ്ടൻറ്റിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഒരു ഡിവൈസ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ യൂസ് ചെയ്തിട്ടുണ്ടാവണം. ഉണ്ടാവണം എന്ന് പറയാൻ കാരണം അവർക്ക് കുറച്ചുകൂടെ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡിവൈസ് അവിടെ യൂസ് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനൊരു ഡിവൈസിൻ്റെ കാര്യം പറയുമ്പോൾ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവൈസ് എന്ന് പറഞ്ഞ് ചില ഡിവൈസ് അല്ലെങ്കിൽ ഡിവൈസസ് യൂസ് ചെയ്യുക കേട്ടോ. ഇതിലിപ്പോൾ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പാടുന്നൊന്നുമില്ല, എത്ര വേണമെച്ച ഡിവൈസസ് യൂസ് ചെയ്യാം, അവിടെ അപ്രോപ്രിയേറ്റ് ആവണം, റെലവൻ്റ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്കിത് കൺസെപ്റ്റ് മനസ്സിലായി തരാൻ വേണ്ടിയിട്ടും കൂടി പറയുകയാണ്. ഇപ്പോൾ ചില കുട്ടികളെങ്കിലും ചില ഇൻട്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിവൈസ് അവിടെ ഒരു കമ്പോണൻ്റ് ആയി വരുന്നതുകൊണ്ട് ഞാൻ 1-2 ക്ലാസ് കുട്ടികളുടെ കണ്ടപ്പോൾ മനസ്സിലായതാണ്. അതിപ്പോൾ ആരാണോ ഏത് കോളേജ് ഒന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ചെവിയെ കുറിച്ചിട്ടുള്ളൊരു ക്ലാസ്സാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം നമുക്ക് ഇൻട്രൊഡ്യൂസിങ് എ ലെസനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു ചെവിനെ കുറിച്ചിട്ട് കുട്ടിക്ക് പുതുതായി ഒരു ലേണിംഗ് മെറ്റീരിയലാണ്, നമ്മുടെ ന്യൂ ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ദ സ്ട്രക്ചർ ഓഫ് ഇയർ ആണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത്, ചില ആൾക്കാരിലെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവാം, ചില ഫിസിക്കലായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻട്രൊഡക്ടറി ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു സാഹചര്യത്തിൽ ചെവിയിൽ യൂസ് ചെയ്യുന്നതാണല്ലോ ഇയർഫോൺ വെച്ചിട്ടാണ്. അപ്പോൾ ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചെവിയിലേക്ക് എത്താം. അങ്ങനെ ഒരു ഇയർഫോണിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടത്തി പിന്നെ ചെവിയിലേക്ക് എത്തുക എന്നുള്ളത് ഒരിക്കലും അതിനൊരു നല്ല രീതിയിലുള്ളൊരു ഇൻട്രൊഡക്ഷൻ അല്ല. അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ചെവിനെ കുറിച്ച് നമുക്ക് ദ സ്ട്രക്ചർ ഓഫ് ഇയർ അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് ഇയർ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോൺവെർസേഷൻ, ഒരു വീഡിയോ ആയിട്ട്, ഒരു കാർട്ടൂണായിട്ട് കാണിച്ചു കൊടുക്കാം വേണമെങ്കിൽ. അതായത് ഇപ്പോൾ ഒരു അമ്മൂമ്മ നിന്ന് സംസാരിക്കുന്നതും ഒരു കുഞ്ഞു കുട്ടി അവിടെ നിന്നിട്ട് അത് കേൾക്കുന്നതുമായിട്ട് നമുക്കൊരു പിക്ചറൈസേഷനോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു വീഡിയോ, ഒരു ആനിമേഷൻ എന്ത് വേണമെങ്കിലും അവിടെ പ്രസൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുട്ടിയിലെ ഒരു കേൾവിയുടെ ഒരു എന്താ പറയുക, കുട്ടിക്ക് എത്രത്തോളം കേൾക്കുന്നു, കുട്ടി ഒരു ഡൗട്ട് ചോദിക്കുന്നു, എന്തുകൊണ്ട് അമ്മൂമ്മയ്ക്ക് കേൾക്കാതെ, അമ്മൂമ്മ ചെറുതാവുമ്പോഴും ഇങ്ങനെ ആയിരുന്നോ, ഞാൻ എന്താ പറയുന്നത് അമ്മൂമ്മയ്ക്ക് കേൾക്കാത്ത, ഇല്ലെങ്കിൽ ഒരു കിളിയുടെ സൗണ്ട് കേട്ട് അത് അമ്മൂമ്മയ്ക്ക് എന്താ കേൾക്കാത്ത, എനിക്ക് കേൾക്കാമല്ലോ നല്ലോണം. ആ രീതിയിൽ അവരൊരു കോൺവെർസേഷൻ തുടരുന്നതും അതിൽ ഒരുപാട് ഡൗട്ട്സ് കുട്ടി ചോദിക്കുന്നതുമായി നല്ല രീതിയിൽ നമ്മളൊരു കോൺവെർസേഷനെ എഴുതി തിട്ടപ്പെടുത്തി നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക അല്ലെങ്കിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുക, ഏത് രീതിയിലാണ് ചെയ്തിട്ട് അവസാനം ഒരു ഡൗട്ടായിട്ട് എന്തുകൊണ്ടായിരിക്കും നമ്മൾ പ്രായമേറിയ ആളുകളിൽ ഈ ഒരു കേൾവിക്കുറവ് പൊതുവായി കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അതേപോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും പ്രായമാവുമ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്? എങ്ങനെയാണ് ചെവി എന്നുള്ള ഒരു ഓർഗൻ്റെ ഫങ്ഷനിങ് നടക്കുന്നത്? ഈ രീതിയിൽ നമുക്ക് കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അപ്പോൾ ഇതിനെല്ലാമുള്ള ഉത്തരം നമ്മളിന്ന് എങ്ങനെയാണ് ചെവി എന്നുള്ള ഒരു ഓർഗൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിൽ എന്തെല്ലാം സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതെങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ഇന്ന് കണ്ട് ഈ അമ്മൂമ്മയുടെ പ്രശ്നങ്ങൾക്കുമെല്ലാം നമ്മൾ എന്തുകൊണ്ടായിരിക്കും അമ്മൂമ്മയ്ക്ക് ഇത് വന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അവരുടെ ലൈഫിനോട് ഒരു കണക്ഷനായി എന്താണ് അവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് കുറച്ചും കൂടി ഒരു ക്യൂരിയോസ് ആയിട്ട് അവർക്ക് കണ്ടൻറ്റ് അറിയാൻ വേണ്ടി കുറച്ചും കൂടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പഠിപ്പിക്കുന്ന കാര്യം നമുക്ക് ഉപയോഗമുള്ളതാണെന്ന്, ഡെയിലി ലൈഫിൽ അവർക്ക് ആവശ്യമുള്ളതാണെന്നുള്ളൊരു തോന്നലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ മോട്ടിവേഷൻ. ഇപ്പം ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊണ്ടുവരുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരു മോട്ടിവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ചിന്ത അവരിൽ കണ്ടുവരികയാണ്. ദെൻ
ക്യൂരിയോസിറ്റിയും ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, കുട്ടിക്ക് എന്തായിരിക്കും എന്നതിൻ്റെ കാരണം അല്ലേ. അമ്മൂമ്മ ആവുമ്പോൾ, പ്രായമേറുമ്പോൾ ഏതൊരു വ്യക്തിക്കും ചെവിക്ക് ചെറുതായി കേൾവിക്കുറവ് സംഭവിക്കാം. അതെന്തുകൊണ്ടായിരിക്കും? നമുക്കൊക്കെ ഉള്ള ഓർഗൻ അവിടെ മാറ്റമൊന്നുമില്ല. പക്ഷെ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി കുട്ടികളിൽ, ചില കുട്ടികളിലെങ്കിലും, എല്ലാ കുട്ടികളിലും നമ്മൾ എല്ലാ ഇൻട്രൊഡക്ഷനും നമുക്ക് വർക്കൗട്ട് ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ചില കുട്ടികളിൽ കൂടുതലായിട്ടും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കമ്പോണൻസ് ആണ് നമ്മുടെ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസണിൽ നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രീവിയസ് നോളേജ് കുട്ടിക്കുണ്ടോ, അതേപോലെ അവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ഓഫ് കോൺവെർസേഷൻ അല്ലേ, ഒരു കോൺവെർസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ആനിമേഷൻസ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഒരു ടെക്നോളജി ആയിരിക്കാം, ടെക്നോളജി തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു കഥ നറേറ്റ് ചെയ്ത് കൊടുക്കലാവാം, സ്റ്റോറി ടെല്ലിങ് ആവാം, ജസ്റ്റ് ഇപ്പോൾ ഒരു അമ്മൂമ്മയും കുട്ടിയായിട്ട് ഒരു റോൾ പ്ലേയിങ് ആവാം അവിടെ. അപ്പോൾ ഈ കണ്ടൻറ്റിന് തന്നെ പലതരത്തിലുള്ള ഡിവൈസ് ആക്കി മാറ്റാം നമുക്ക്, കണ്ടൻറ്റ് എന്തായാലും. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു അപ്രോപ്രിയേറ്റ് ഡിവൈസ് അവിടെ യൂസ് ചെയ്യുക, ഇതിലൂടെ മോട്ടിവേഷനും ക്യൂരിയോസിറ്റിയും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെസൺ പ്ലാൻ എഴുതാനും അത് എങ്ങനെയാണ് ഈ കമ്പോണൻസ് നമ്മുടെ ലെസൺ പ്ലാനിൽ ഉൾക്കൊള്ളുക എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രാക്ടിക്കൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പിന്നീട് ചെയ്യാം. ഇതിലൂടെ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കമ്പോണൻസും അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു പോകുന്നത്.